ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഈ സംസ്ഥാനത്ത് കാഴ്ചവെച്ച വികസനത്തിൻ്റെ കാഴ്ചപ്പാട് അത് എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങൾ ഓർക്കും. ഹൈടെക് വികസനം മുതൽ സാധാരണക്കാരൻ്റെ ക്ഷേമത്തിന് വരെ പ്രവർത്തിച്ച ഒരു ഭരണകർത്താവായിരുന്നു അദ്ദേഹം. അവിടെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖം, കരമന കളിയിക്കാവിള റോഡ്, കൊച്ചി മെട്രോ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയവ ഹൈടെക് ആയിരുന്നെങ്കിൽ സാധാരണക്കാരനെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും സഹായിക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്ലാന്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ കാരുണ്യ ബെനവലൻ്റ് സ്കീം, ഇതെല്ലാം സാധാരണക്കാരന് വേണ്ടിയാണ്. അപ്പോൾ ഹൈടെക് വികസനം മുതൽ സാധാരണക്കാരനെ സഹായിക്കുന്ന വിവിധ പദ്ധതികൾ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു ഭരണകർത്താവായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹം അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം തികയാണ്. ആ വിടവ് ഞങ്ങളൊക്കെ ഇപ്പോഴും അനുഭവിക്കുകയാണ്. പാർട്ടിയുടെ ഏത് കാര്യങ്ങൾക്കും അവസാന വാക്ക് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇന്നില്ലാത്തത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അങ്ങും ഉമ്മൻചാണ്ടി സാറും നമ്മളുടെ ബന്ധം അത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അത് സ്നേഹബന്ധത്തിൻ്റെ ഒരു തീർച്ചയായും. അതായത് ഗ്രൂപ്പൊക്കെ കൊടികുത്തി നിന്ന കാലത്ത് ഞങ്ങൾ 2 ചേരിയിലായിരുന്നെങ്കിലും ആ ചേരികളെ പല കാര്യങ്ങളും സമന്വയിപ്പിക്കാൻ ശിവൻ AK ആന്റണിയും K കരുണാകരനും ഞങ്ങളെ 2 പേരെയാണ് ചുമതലപ്പെടുത്താറ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം കൂടിയാണ് 2001 സ്ഥാനാർത്ഥി നിർണയം. പല സന്ദർഭങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോകുന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹവും ഞാനും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടായി. വിട്ടുവീഴ്ച ചെയ്യേണ്ട ഭാഗങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യും, എന്നാൽ കർശനമായ ചില നിലപാടെടുക്കേണ്ട സമയത്ത് അത് കർശനമായിട്ടുള്ള നിലപാടെടുക്കും. അതിൻ്റെ ഒരു മെച്ചമാണ് 2001 ഏതാണ്ട് 100 സീറ്റ് വരെ അന്ന് UDFന് കിട്ടാനിടയാക്കിയ സാഹചര്യം. പല കാര്യങ്ങളിലും ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരുത്താണ് എന്നെ ഒരു ജനകീയ MLA ആക്കി മാറ്റിയത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഒരാളെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തീരെ നഷ്ടം, അല്ലെങ്കിൽ ഒരു നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമമാണോ? ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ, അതിന് പകരക്കാരനില്ല. K കരുണാകരന് പകരം കരുണാകരൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.